മുതലപ്പുഴയിൽ സംഘർഷാവസ്ഥ തുടരുന്നു. ഹാർബർ എഞ്ചിനീയറിംഗ് ഓഫീസിന്റെ ജനാല അടിച്ചു തകർത്തയാളെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. ചാന്താങ്കര സ്വദേശി മുജീബിനെയാണ് പോലീസ് കസ്റ്റഡിയിലെടുത്തത്. രാവിലെ മുതൽ തീരദേശ റോഡ് മത്സ്യത്തൊഴിലാളികൾ ഉപരോധിക്കുകയാണ്. സ്വാന്തന സാജു വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. സ്വാന്തന, മത്സ്യത്തൊഴിലാളികളുടെ പ്രതിഷേധം രാവിലെ മുതൽ നടക്കുകയാണ്. ഇപ്പോഴും അത് തുടരുകയാണോ? എന്താണ് നിലവിലെ അവിടുത്തെ സാഹചര്യം? അമൃത, നമ്മൾ ഈ ദൃശ്യങ്ങൾ കാണുന്നത് തന്നെയാണ് ഇപ്പോൾ മുതലപ്പുഴയിലെ ഒരു സാഹചര്യം എന്ന് പറയുന്നത്. രാവിലെ മുതൽക്ക് തന്നെ വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധവും പ്രക്ഷോഭവും ഒക്കെ തന്നെയാണ് മത്സ്യത്തൊഴിലാളികൾ ഇവിടെ ഇതുമായി ബന്ധപ്പെട്ട് നടത്തുന്നത്. കാരണം കഴിഞ്ഞ 3 ദിവസമായി മുതലപ്പുഴയിൽ ഒരു തരത്തിലുള്ള ഡ്രഡ്ജിങ്ങും നടക്കുന്നില്ല. ചന്ദ്രഗിരി ഡ്രഡ്ജർ, കുറച്ചുകൂടി ശേഷി കൂടിയ ഡ്രഡ്ജർ കണ്ണൂരിൽ നിന്ന് ഇവിടെ എത്തിച്ചിട്ടുണ്ടായിരുന്നെങ്കിലും അത് ഇപ്പോൾ ഡ്രഡ്ജിംഗ് നിർത്തിവെച്ചിരിക്കുകയാണ്. കഴിഞ്ഞ 3 ദിവസമായി ഡ്രഡ്ജിംഗ് തകരാറിനെ തുടർന്ന് ഡ്രഡ്ജിംഗ് നടത്തുന്നില്ല. അത് മാത്രവുമല്ല, ഒരു ചെറിയ ഡ്രഡ്ജർ അവിടെ ഉണ്ടായിരുന്നു, ഒരു മിനി ഡ്രഡ്ജർ. അതിന്റെ കാലാവധി കഴിഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് അതും പ്രവർത്തിക്കാത്ത ഒരു അവസ്ഥയാണുള്ളത്. നിലവിൽ വീണ്ടും പൊഴി മൂടിപ്പോകേക്കാവുന്ന ഒരു സാഹചര്യം മുതലപ്പുഴയിൽ നിലനിൽക്കുകയാണ്. ആ ഒരു പശ്ചാത്തലത്തിലാണ് വീണ്ടും ഇപ്പോൾ ഒരു വലിയ രീതിയിലുള്ള പ്രതിഷേധത്തിലേക്ക് മത്സ്യത്തൊഴിലാളികളൊക്കെ തന്നെയും കടന്നിരിക്കുന്നത്. കാര്യക്ഷമമായി തന്നെ ഡ്രഡ്ജിംഗ് നടത്തി ഈ ഒരു മണൽ നീക്കം ചെയ്യണമെന്നൊരു ആവശ്യം തന്നെയാണ് അവർ മുന്നോട്ടേക്ക് വെക്കുന്നത്. നമ്മളിപ്പോൾ നിൽക്കുന്നത് അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ ഓഫീസിന് മുന്നിലാണ്. കുറെ നേരമായി ഇവരിവിടെ ഉപരോധിച്ചുകൊണ്ടിരിക്കുകയാണ്. നേരത്തെ നമ്മൾ ദൃശ്യങ്ങൾ കണ്ടതുപോലെ തന്നെ വലിയ രീതിയിൽ ഈ ഓഫീസിനകത്ത് വരെയും കയറി ഒരു അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ തടഞ്ഞു വെക്കുന്ന ഒരു സാഹചര്യം പോലും ഉണ്ടായിരുന്നു. അപ്പോൾ അത്